കൺഗ്രാറ്റുലേഷൻസ്. നാട്ടുകാർ മുഴുവൻ ഇപ്പോ ഗോപാൽജി കിട്ടിയ പണിയെ പറ്റിയാ സംസാരിക്കുന്നത്. ഇത്രയും വലിയൊരാൾക്ക് പണി കൊടുക്കാൻ മാത്രം ധൈര്യമുള്ളത് ആർക്കാണെന്നാ എല്ലാരും ചിന്തിക്കുന്നത്. ഗോപാൽജി എതിർക്കാൻ ധൈര്യമുള്ള ആണുങ്ങളൊന്നും ഈ നാട്ടിലില്ലല്ലോ. പക്ഷേ ഗോപാൽജിയെ തറ പറ്റിച്ചത് ഒരു പെണ്ണാണെന്ന് അവർ ചിന്തിച്ചിട്ട് ഓടിയുണ്ടാവില്ല. ഒന്ന് നിന്നേ. നീ വേറെ ലെവലാണ് മഹിമേ. ചിലപ്പോ നിന്നോടുള്ള പക മനസ്സിൽ കിടന്ന് ആളി കത്തുമ്പോ നിന്നെയൊക്കെ എന്ത് കണ്ടിട്ടാ പ്രേമിച്ചെന്ന് തോന്നിപ്പോ. പക്ഷേ നീ ഇതുപോലെ ഓരോന്ന് ചെയ്യുമ്പോ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. നീ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഗോപാലിന്റെ ട്രസ്റ്റിൽ നടന്നതുമായി എനിക്കൊരു ബന്ധവുമില്ല. നീയും നിന്റെ കൂട്ടുകാരും പറയുന്ന നുണ വിശ്വസിച്ച് പോലീസും ഗോപാൽജിയൊക്കെ മിണ്ടാതെ പോവായിരിക്കും. പക്ഷേ സത്യം മുഴുവൻ എനിക്കറിയാം. നീ അന്നത്തെ ദിവസം കോളേജിലേക്ക് വന്നിട്ടില്ല. നിന്നെ അനുകൂലിക്കുന്ന അനുപമ ഡോക്ടർ നിനക്ക് അറ്റൻഡൻസ് ഇട്ട് തന്നതാ. നീ ക്ലാസ്സിലുണ്ടായിരുന്നുവെന്ന് നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ നുണ പറഞ്ഞതാ. ഈ കഥയൊക്കെ കൊള്ളാം അഭി. പക്ഷേ ഇതൊക്കെ നീ എങ്ങനെയാ തെളിയിക്കാൻ പോകുന്ന? തൽക്കാലം അതിന്റെ പുറകെയൊന്നും ഞാൻ പോവാൻ നിൽക്കുന്നില്ല. വാദിയെ പ്രതിയാക്കുന്ന പോലീസാ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മിടുക്കൻ. ഇനി മേലാൽ എന്റെ വഴി തടയാൻ വന്നേക്കരുത്. ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാരണം നീ ജയിലിലേക്ക് പോകുന്ന ചിന്ത പോലും നിനക്കില്ലേ? നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താ വക്കീലും എന്റെ ചേച്ചിയും കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഭൂമിക്ക് ഭാരമായി കഴിയുന്ന നിന്നെ ഒഴിവാക്കുന്നതിൽ ഞാൻ കാരണക്കാരിയായെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിന്നെ കുറച്ചുകൂടെ പ്രതിപക്ഷ ബഹുമാനം പഠിപ്പിക്കണം. ഒന്നുമില്ലെങ്കിലും ഞാനൊരാണല്ലേ, അതിന്റെങ്കിലും ബഹുമാനം കാണിക്കണം. നിനക്ക് കാണാണെന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലേ? നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഇവനെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മാഡം കണ്ടു കാണുമല്ലോ. കേസെടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? കേസ് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ എന്തിനാ നിന്റെ കയ്യിൽ കയറി പിടിച്ചതെന്ന് ഞാൻ ഇവനോട് ചോദിക്കുമ്പോ ഇവനെങ്ങാനും അത് ഞങ്ങള് കാമുകന്മാർ തമ്മിലുള്ള പ്രശ്നമാണെന്നും മാഡം അതിൽ ഇടപെടണ്ടെന്നും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ടി വരും. അതുവരെ അഭി നിന്റെ കള്ളക്കാമുകനാണെന്ന് നാട്ടുകാര് പറഞ്ഞു നടക്കും. അത് മുകുന്ദനും കുടുംബത്തിനും എത്രമാത്രം വിഷമം ഉണ്ടാക്കും. അത് വകവയ്ക്കാതെ കേസെടുക്കണമെങ്കിൽ എടുക്കാം. എന്താ വേണ്ടത്? നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അങ്ങ് പോയാലോ? നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. എന്തിനെ പറ്റി? ഗോപാൽജിയുടെ ട്രസ്റ്റിൽ നടന്നതിനെ പറ്റി. അതിൽ എനിക്കൊരു പങ്കുമില്ല. നിനക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബാക്കി നമുക്ക് സ്റ്റേഷനിൽ പോയിരുന്ന് സംസാരിക്കാം. ബിജുക്കുട്ടാ, സർ വണ്ടി എടുക്ക്, റൗണ്ട്സിന് പോകണം. ശരി സർ. ഞങ്ങൾ റൗണ്ട്സിന് പോകാൻ തുടങ്ങിയായിരുന്നു. അനിത വരുന്നുണ്ടോ? ഇല്ല സാറേ, ഞാനൊരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ പ്രതിയെ കാര്യമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. ഏത് കേസിലെ പ്രതി? ഗോപാൽജിയുടെ ട്രസ്റ്റിലെ കാശ് കത്തിച്ച കേസിലെ പ്രതി. ഇതെന്താ മാഡം? എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു കേസിന്റെ അന്വേഷണം നടക്കുക. നോക്കി നിന്നാ നിനക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കാം. മഹിമയാണ് ഈ കേസിലെ പ്രതിയെന്ന് അനിത എങ്ങനെയാണ് തീരുമാനിച്ചത്? ഇവൾക്കെതിരെ സാക്ഷികളോ മറ്റെന്തെങ്കിലും തെളിവുകളോ ഉണ്ടോ? സാക്ഷിയുണ്ട്. ആരാ സാക്ഷി? ശാലിനി.
മഹിമയാ അവളെ കീഴ്പ്പെടുത്തിയതെന്ന് ശാലിനി മൊഴി തന്നിട്ടുണ്ട്. ഈ ഒരാളുടെ മൊഴിയുടെ പേരിലാണോ മാഡം എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഒരിക്കലും കോടതിയിൽ നിലനിൽക്കില്ല. നീ എന്നെ നിയമം പഠിപ്പിക്കണോ? അവള് പറഞ്ഞത് ശരിയല്ലേ? ശാലിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവളെങ്ങനെ പ്രതിയാവും? ഇപ്പൊ ഞാൻ ഇവളെ കൊണ്ടുവന്നിരിക്കുന്നതേ ചോദ്യം ചെയ്യാൻ വേണ്ടിയാ. എന്റെ ഒരു റൗണ്ട് ചോദ്യം ചെയ്യല് കഴിഞ്ഞാ ഇവള് കുറ്റസമ്മതം നടത്തും. 3ാം മുറയൊന്നും ഇവിടെ നടക്കില്ല. ഓ, സാറിന്റെ ആരുമ ശിഷ്യയുടെ അനിയത്തി ആയതുകൊണ്ടായിരിക്കും. എന്റെ അനിയത്തെ തല്ലാവുന്ന മാഡം കരുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് ദുഃഖിക്കേണ്ടി വരും. എന്താടി, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? സൈലൻസ്. ഇതെന്താ പോലീസ് സ്റ്റേഷനാണോ അതോ മീൻ മാർക്കറ്റോ? കുറച്ചെങ്കിലും ഡിസിപ്ലിൻ വേണ്ടേ? മാഡത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കെതിരെ കേസ് എടുക്കണം. അയക്കൂ. അതിനു മുൻപ് എന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാ മാത്രം മതി. 1, എന്റെ മീതെ ആരോപിക്കപ്പെടുന്ന കുറ്റം എന്താ? മോഷണം. അതിനെന്താ മോഷണം പോയത്? എന്തെങ്കിലും മോഷണം പോയെങ്കിൽ തൊണ്ടി മുതൽ എവിടെ? എന്റെ അറിവില് ഗോപാലന്റെ കാശ് കത്തി നശിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത്. അപ്പൊ അത് മോഷണമല്ലല്ലോ. ഇനി എന്ത് കുറ്റമാ ചാർജ് ചെയ്യേണ്ടെന്ന് മാഡം നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. രണ്ടാമത്തെ ചോദ്യം, കുറ്റകൃത്യം നടക്കുമ്പോ ഞാൻ കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതിന് 50ഓളം വിദ്യാർത്ഥികളും ഒരു പ്രൊഫസറും മൊഴി നൽകാൻ തയ്യാറാണ്. ഇത്രയും ആളുകളുടെ മൊഴികളേക്കാൾ കൂടുതൽ വിശ്വസനീയത ശാലിനി എന്ന ഒരേ ഒരാളുടെ മൊഴിക്ക് മാഡം കൊടുക്കാനുള്ള കാരണം എന്താ? നിന്റെ നമ്പറൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ നീ എല്ലാം സമ്മതിക്കും. അതിന് മാഡം 3ാം മുറ ഉപയോഗിക്കൊന്നും വേണ്ട. ഞാനാണ് ഇതിനൊക്കെ പുറകിലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പക്ഷേ അത് കോടതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ തല്ലി എഴുതി വാങ്ങിയ മൊഴിയാണെന്ന് ഞാനങ്ങ് പറയും. എന്നാ പിന്നെ നിന്നെ ശരിക്കും തല്ലാടി. അങ്ങനെ ചെയ്താലും മാഡത്തിന് പണി കിട്ടും. എന്റെ ഹസ്ബൻഡിനെ മാഡത്തിന് അറിയോ? മുകുന്ദൻ വക്കീല്. പുള്ളിക്കാരൻ എന്നോട് ഭയങ്കര സ്നേഹമാ. ഇവരോടൊക്കെ ചോദിച്ചാ പറയും. എന്നെ എങ്ങാനും മാഡം ഒന്ന് തൊട്ടെന്ന് പുള്ളിക്കാരൻ അറിഞ്ഞ മാഡത്തിനെതിരെ ഒരു ലോഡ് കേസുകള് വക്കീല് ചാർജ് ചെയ്യും. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോ പോലും ആ കേസുകൾക്ക് ഒന്നും തീർപ്പുണ്ടാവില്ല. സർക്കാരിന്റെ കാര്യം അറിയാലോ. കേസുകളെല്ലാം തീരാതെ പെൻഷനായി 1 രൂപ പോലും കിട്ടില്ല. കോടതിയിൽ ഒരിക്കലും നിലനിൽക്കാൻ പോവാത്ത ഒരു കേസിന് വേണ്ടി വെറുതെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടണോ? എന്നാ ഞാൻ പൊക്കോട്ടെ. മോളെ, ഇത്തവണ രക്ഷപ്പെട്ടെന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ സംഭവിക്കണമെന്നില്ല. എടി, നീ ഇതൊക്കെ ഒന്ന് മതിയാക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഗോപാലിന് അർഹിക്കുന്ന ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ഓ വേണ്ട, ചേച്ചി കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഇനി ചേച്ചി ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാ മതി. ഞാൻ ഇറങ്ങി കളിച്ചോളാം. മഹിമേ, സഞ്ജു ഇതുവരെ വന്നില്ലല്ലോ. ഇനി ഗോപാൽജി നിന്റെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ച് സഞ്ജുവിനെ എല്ലാം മനസ്സിലാക്കിപ്പിച്ച് കാണുമോ? അങ്ങനെയാണെങ്കിൽ അവൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും നീ വെക്കണ്ട. അമ്മയ്ക്ക് നല്ലത് വല്ലതും പറഞ്ഞൂടെ? എന്റെ നാശം കാണണമെന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ അമ്മയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ വിഷമം തോന്നുന്നു. എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ നല്ല നിലയിലാവണമെന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുക. പക്ഷേ നീയൊക്കെ രക്ഷപ്പെട്ട എന്തൊക്കെ പുകലാണ് ഒപ്പിക്കാന്നുള്ള പേടി കൊണ്ട് പറഞ്ഞു പോകുന്നതാ. അമ്മ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടും ഒരു കാര്യവുമില്ല. സഞ്ജു ഗോപാൽജി ഇംപ്രസ് ചെയ്ത് ആ വീട്ടിലേക്ക് ഞങ്ങൾക്ക് കയറിക്കൂടാനുള്ള ഒരു വഴിയായിട്ടായിരിക്കും വരിക. അതെനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നീ വീട്ടിൽ നിന്ന് പോയി കിട്ടുമല്ലോ. ഓ, നമസ്കാരം. നമസ്കാരം. വാമോളെ, ഞാൻ പീതാംബരൻ.
ഗിരിയെ കാണാൻ വന്നപ്പം ഒരിക്കൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ മോളുടെ കല്യാണം വിളിക്കാം. അതെ, ആ മോളെ ഇത് പ്രീതി. ഓ ഞങ്ങൾ അമ്മയുടെ പിറന്നാളിന്റെ അന്ന് പരിചയപ്പെട്ടിരുന്നു. ഗിരി പുറത്തു പോയിരിക്കുകയാണല്ലോ. സാരമില്ല, ഞങ്ങൾ മഞ്ജുവിനെ കാണാനാ വന്നത്. മഞ്ജു ഡ്യൂട്ടി കഴിഞ്ഞ് എത്താറായി കാണുമല്ലേ? ദാ വരുന്നുണ്ടല്ലോ. നമ്മൾ എത്തിയതും മഞ്ജു എത്തിയല്ലോ. ഈ വഴി പോയപ്പോ അച്ഛന് മഞ്ജുവിനെ ഒന്ന് കണ്ടിട്ട് പോണെന്ന് ഭയങ്കര നിർബന്ധം. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഓ, വാ മോളെ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വീട്ടിൽ ഇരിക്കുമ്പോ മനസ്സമാധാനം കിട്ടുന്നില്ല മഞ്ജു. എല്ലാ സത്യങ്ങൾ അറിഞ്ഞിട്ടും നീ എന്തിനാ മോളെ ഇപ്പോഴും ഗിരിയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നത്? ഞാനും ഗിരിയും ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന സത്യം അറിയാവുന്നൊരു പോലീസുകാരിയാണ് നീ. നിനക്ക് ഈ വീട്ടിൽ എന്ത് സുരക്ഷയാണുള്ളത്? നിനക്കിവിടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോളെ, ഇത്രയും ആത്മവിശ്വാസം നല്ലതിനല്ല. മോളുടെ അച്ഛനെ കൊന്നവർക്ക് മോളെ കൊല്ലാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഗിരിയേട്ടൻ എന്നെ കൊല്ലുമെന്നാണോ താൻ പറയുന്നത്? മോളെ, എന്റെ അച്ഛന്റെ മരണത്തിൽ തനിക്കുള്ള അതേ പങ്ക് ഗിരിയേട്ടനും ഉണ്ട്. അതിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങിത്തരും. ഗോപാലിനെ വിശ്വസിച്ച് ഗിരിയേട്ടന് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ എന്നെ കൊല്ലാൻ മാത്രം ദുഷ്ടനാണ് ഗിരിയേട്ടനെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. തന്റെ ലക്ഷ്യം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ കുടുംബം തകർക്കലാണെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടണ്ട, അത് നടക്കില്ല. അല്ല മോളെ, ഞാൻ വീണ്ടും ഈ പടി ചവിട്ടാനുള്ള ധൈര്യം തനിക്ക് എവിടെ നിന്നാണോ കിട്ടിയത്? ഗിരിയേട്ടാ വേണ്ട, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വന്നത്? ഇവളുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള സംശയം ഉണ്ടാക്കാനാണ് തന്റെ വരവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുടെ അച്ഛനെ കൊല്ലാൻ കൂട്ടുന്ന പിന്നെ ഇവള് നിന്നെ എങ്ങനെ വിശ്വസിക്കൂടാ? അതിന് നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇപ്പൊ അനുഭവിക്കുന്നതെല്ലാം നിന്റെ കർമ്മഫലം തന്നെയാ ഗിരി. വേണ്ട ഗിരി, വെറുതെ ബഹളം വയ്ക്കണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിനക്കൊരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അറിയാവുന്നത് നിന്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. ബഹളം കേട്ട് നിന്റെ അമ്മയും പെങ്ങളും വന്നാലേ അവരും എല്ലാം അറിയും. അത് വേണോ? അവരറിയാതിരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. അച്ഛാ മതി, നിർത്ത. സോറി ഗിരിയേട്ടാ, സോറി മഞ്ജു. വാ നമുക്ക് പോവാം. അല്ല മോളെ, വേണ്ട. മഞ്ജുവിന് എന്തേലും പ്രശ്നമുണ്ടോന്ന് അന്വേഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അച്ഛനും കുട്ടി ഇവിടെ വന്നത്. ഇപ്പൊ മഞ്ജുവിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അച്ഛനാ. ഇനി അച്ഛൻ ഈ വീട്ടിലേക്ക് വരരുത്. വാ പോവാം. വന്നേ.